മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എലാര ഒരു വലിയവളായിരുന്നു. 15 അടി ഉയരമുള്ള എലാരയേക്കാൾ ഉയരമുള്ളവരാരും ആ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. എലാരയുടെ വ്യത്യസ്തത അവൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ബോധ്യമായിരുന്നു. മറ്റു കുട്ടികൾ വയലുകളിൽ കളിക്കുമ്പോൾ അവരുടെ മേൽ ചവിട്ടാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കണം. മറ്റു കുട്ടികൾ സ്കൂളിലെ ഡെസ്കുകളിൽ ഇരിക്കുമ്പോൾ അവൾ ക്ലാസ് മുറിക്ക് പുറത്തുള്ള ഒരു പ്രത്യേക ഭീമൻ സ്ലേറ്റിൽ നിന്ന് പഠിച്ചു. എന്നിരുന്നാലും എലാര ഒരു വലിയ ഹൃദയവും സാഹസിക സ്വപ്നങ്ങളും സ്വന്തമാകാനുള്ള ആഗ്രഹവും നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ മഹാശക്തമായ ഒരു പ്രശ്നം സൃഷ്ടിച്ച സംഭവമുണ്ടായി. ഗ്രാമത്തിനും വയലുകൾക്കും വെള്ളം നൽകുന്ന നദി വലിയൊരു മലവെള്ളപ്പാച്ചിൽ കൊണ്ടും മറ്റും തടഞ്ഞു. ഗ്രാമവാസികൾ അതിനെ നീക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് പര്യാപ്തമായില്ല. വെള്ളമില്ലാതെ അവരുടെ വിളകൾ നശിക്കുമെന്നും മൃഗങ്ങൾ ബുദ്ധിമുട്ടുമെന്നും അവർക്കറിയാമായിരുന്നു. എലാര ഇത് കണ്ടു ദൃഢനിശ്ചയത്തോടെ അവൾ മുന്നോട്ട് നടന്നു. ഞാൻ ശ്രമിക്കട്ടെ, അവൾ പറഞ്ഞു. ഗ്രാമവാസികൾ അതിശയത്തോടെ സമ്മതിച്ചു. ശക്തമായ കാൽവയ്പോടെ എലാര നദിയിലേക്ക് നടന്നു. അവൾ നദിയിലെ കല്ലുകളും മണ്ണും നീക്കാൻ തുടങ്ങി. 10 പേർ ചേർന്നും നീക്കാൻ കഴിയാത്ത കല്ലുകൾ അവൾ നീക്കി. അവൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അവളുടെ പേശികൾ ആയാസപ്പെട്ടു. ഒടുവിൽ വെള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഗ്രാമവാസികൾ സന്തോഷത്തിലും നന്ദിയിലും നിറഞ്ഞു കൈയടിച്ചു. അവൾ നന്ദിയോടെ അവരുടെ കണ്ണുകളിൽ നോക്കി. നന്ദിയും പുതുമയുള്ള ആദരവും കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എളറയ്ക്ക് നന്ദി പറയാൻ അവർ ഓടി. ആദ്യമായി എളറയെ അവളുടെ സമൂഹം ശരിക്കും കാണുകയും വിലമതിക്കുകയും ചെയ്തു. ആ ദിവസം മുതൽ എലാര ഗ്രാമത്തിലെ വലിയവളായി മാത്രം ആയിരുന്നില്ല, അവർ അവരുടെ ഹീറോ ആയിരുന്നു. പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് വന്യജീവികൾക്കായി ഗ്രാമത്തെ സംരക്ഷിക്കുന്നതുവരെ അവളുടെ വലിപ്പവും ശക്തിയും ഉപയോഗപ്പെടുത്തി. അവളുടെ സന്തോഷം നിറഞ്ഞതുകൊണ്ട് എലാര തന്റെ സ്ഥാനം ഗ്രാമത്തിൽ കണ്ടെത്തി. ഒരു കാലത്ത് ഒറ്റപ്പെടലിന്റെ ഉറവിടമായിരുന്ന അവളുടെ വലിപ്പം അവളുടെ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു.